എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 22 മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. അപ്പോൾ ജൂലൈ 22 വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റും മറ്റും ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലായിട്ട് ഏകദേശം 138 ബാച്ചുകളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബാച്ച് വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു 138 ടെമ്പററി അഡീഷണൽ ബാച്ചസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അഡീഷണൽ ബാച്ചസ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ള സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് ആ ഒരു സർക്കുലർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്ര വീതം സീറ്റുകൾ ഏതൊക്കെ സ്കൂളുകളിലാണ് ഉള്ളത്, ഏത് കോഴ്സിലാണ് ആ ഒരു വേക്കൻസി, അതായത് ആ ഒരു നിലവിൽ വന്നിട്ടുള്ള ആ ഒരു ടെമ്പററി ബാച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഏതൊക്കെ സ്കൂളുകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതായത് ടോട്ടൽ എത്ര വീതം സീറ്റുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അതായത് 138 സീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് കൊമേഴ്സ് ബാച്ച്, അതായത് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ 59 ബാച്ചാണുള്ളത്. അതുപോലെ തന്നെ കൊമേഴ്സ് കോമ്പിനേഷനിൽ 61 ബാച്ചുകൾ. അതുപോലെ തന്നെ ആകെ ടോട്ടൽ 120 താൽക്കാലിക ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു സീറ്റിൻ്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാനായിട്ട് ഒരു സയൻസ് കോമ്പിനേഷൻ ബാച്ചും അതുപോലെ 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും 13 കൊമേഴ്സ് ബാച്ചുകളും ഉൾപ്പെടെ ആകെ 18 താൽക്കാലിക ബാച്ചുകളാണ് അനുവദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ അതായത് 138 ബാച്ച് വർദ്ധിപ്പിക്കുക വഴി ഏകദേശം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ഇക്കാര്യം പരിശോധിച്ചിട്ട് ആണ് ഇപ്പോൾ ഈ ഒരു 138 താൽക്കാലിക ബാച്ചുകൾ കൂടി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് അവസാനിപ്പിക്കുമ്പോൾ താൽക്കാലികമായി അനുവദിച്ച ഏതെങ്കിലും ബാച്ചിൽ മതിയായ എണ്ണം വിദ്യാർത്ഥികൾ പ്രവേശനം നേടാത്ത സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാച്ചുകൾ റദ്ദ് ചെയ്യേണ്ടതും ആ ഒരു ബാച്ചിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ അതേ സ്കൂളിലെ സമാന ബാച്ചിലേക്കോ അല്ലെങ്കിൽ സമീപത്തെ സ്കൂളിലെ സമാന ബാച്ചിലേക്കോ മാറ്റേണ്ടതാണ് എന്നുള്ളതും ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് ബാച്ച് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. 39 കൊമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളിലാണ് ഈ ഒരു സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു PDF നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബാച്ചുകളിലാണ് അതായത് ഏതൊക്കെ വിഭാഗത്തിലാണ് സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പരിശോധിക്കുക. അപ്പോൾ 39 എന്ന് പറയുന്നതും 38 എന്ന് പറയുന്നതും കൊമേഴ്സ് ബാച്ചുകളാണ്. അതുപോലെ 11 ഏത് ബാച്ചാണെന്നുള്ള കാര്യം അറിയില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് അതായത് ഈ ഒരു hscap വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കോഡ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ആ ഒരു കോഴ്സ് കോഡ് 11 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ജസ്റ്റ് 11 എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കോഴ്സ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ആ ഒരു കോഴ്സിൻ്റെ കോഡ് കാണാൻ സാധിക്കും. അപ്പോൾ 11 എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ബാച്ചാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം 38 എന്ന് പറയുന്നത് ഈ ഒരു കൊമേഴ്സ് ബാച്ചാണ്. 39 കൊമേഴ്സ് ബാച്ചാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ബാച്ച് ഏതാണെന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ജൂലൈ 22 മുതൽ നൽകാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം വേക്കൻസി ലിസ്റ്റുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം പല സ്കൂളുകളിലെയും സീറ്റ് വേക്കൻസി അതായത് നിലവിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്കൂൾ വൈസ് വേക്കൻസി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പല സ്കൂളുകളിലെയും വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം ഇവിടുത്തെ ആ ഒരു പല വേക്കൻസികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്കൂളിലേത് ഇപ്പോൾ 1 സീറ്റ് വേക്കൻസി എങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അവിടെ 2 3 അതുപോലെ ചില സ്കൂളിൽ 0 കാണാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന ആ ഒരു വേക്കൻസി ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് അതായത് ജൂലൈ 22 ഉച്ചയ്ക്ക് 1 മണിക്ക് വരുന്ന വേക്കൻസി പ്രകാരം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 22 ഈ ഒരു +1 സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.